നമ്മുടെ പ്ലേറ്റിലെ സ്ഥലം നമ്മളെങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിലേക്ക് എത്തിപ്പെടാൻ കുറേ സമയം എടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ ഇന്നത്തെ എൻ്റെ പ്ലേറ്റ്, ഞാനങ്ങനെ ചോറ് കാര്യമായിട്ട് ഉണ്ണാറില്ല. ഇത് കണ്ടോ, ഇതൊരു 3 ടീസ്പൂൺ ചോറുള്ളൂ. പിന്നെ ഇത് ചീരയും ചക്കക്കുരുവാണ്. എന്നിട്ട് ഇതിലേക്ക് നല്ല അടിപൊളി തൈര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പുളിയില്ലാത്ത തൈരാണ്. ഇത് കഴിക്കും. ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പണ്ട് തോന്നായിരുന്നു ഈ 3 ടീസ്പൂൺ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറെങ്ങനെയാണെന്ന് അറിയാമെന്ന് ഉള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വരും. പിന്നെ ഇതിലെന്താ ഫാറ്റ് അധികം ഇല്ല, അതുപോലെ തന്നെ തൈരിൽ ഇത്തിരി കാർബോഹൈഡ്രേറ്റ് കുറവാണ്, പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ വയറ് ഇലക്കറികളുണ്ട്, വയറ് നിറഞ്ഞ പോലെ തോന്നല്ല, വയറ് ശരിക്കും നിറയും. എന്നാൽ അങ്ങനെ വണ്ണം വെക്കൂല. ഞാൻ പറയുകയാണെങ്കിൽ വണ്ണം വെക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ ഒരു പ്രാക്ടീസാണിത്, ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ കഴിക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര നല്ലൊരു പ്രാക്ടീസാണ് ഇങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പതുക്കെ എന്ന് വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിക്കുന്ന ഭക്ഷണമല്ല, ഫാറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നമ്മളൊരു ഇതിലേക്ക് എത്തും. അടിപൊളിയാണ്. എന്നിട്ട് ഇത്തിരി ചീരി ഇതും കൂട്ടി അങ്ങ് കഴിക്കും. ബൈ. വെരി ഗുഡ്.